മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കേരള ജനത എന്ത് ആഗ്രഹിച്ചോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഭരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന പ്രഖ്യാപനങ്ങളാണിപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മേയർ വി രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ സകല ഉദ്യോഗസ്ഥരെയും വിളിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ചെറിയൊരു ഭാഗമാണ് ഇവിടെ കൊടുക്കുന്നത്, അതൊന്ന് കേട്ടുനോക്കൂ. ഇവിടെ നിങ്ങൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയോ യൂണിയന്റെയോ കൊടിയുടെ നിറം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൽ ഒരു തടസ്സമോ അല്ല. പൊതുപ്രവർത്തനം നടത്തുന്നവരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. നിങ്ങൾക്ക് ഏത് കൊടി കെട്ടണമെങ്കിൽ കൊടി കെട്ടാം, യൂണിയൻ പ്രവർത്തനം നടത്താൻ യൂണിയൻ പ്രവർത്തനം നടത്താം. പക്ഷേ 10 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് ഒപ്പിട്ടിട്ട് വന്നിട്ട് പോസ്റ്റ് ഒട്ടിക്കാൻ പോകാൻ വേണ്ടി സാധിക്കുകയില്ല. അത് ഏത് പാർട്ടിയുടെ ആയാലും സാധിക്കുകയില്ല. ഒപ്പിട്ട് കഴിഞ്ഞാൽ ദയവ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ ഇരുന്ന് ജനങ്ങൾ വരുമ്പോഴേക്കും ജോലി ചെയ്യണം. എന്തെങ്കിലും വ്യക്തിപരമായ ആവശ്യമുണ്ടെങ്കിൽ മേലധികാരിയുടെ പെർമിഷൻ വാങ്ങിയിട്ട് സ്വാഭാവികമായിട്ട് മാനുഷികമായ കാര്യം, അതിലൊന്നും ഞങ്ങൾ ഇടപെടില്ല. പക്ഷേ ഒപ്പിട്ടിട്ട് ഞാൻ ഇന്നാരാണ്, അതുകൊണ്ട് ഞാൻ ഇന്ന പ്രവർത്തനം നടത്താൻ പോകുന്നു, അതിലെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ സമരം ചെയ്യും, ഞാൻ പണിമുടക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരുപാട് സമരവും പണിമുടക്കമൊക്കെ ചെയ്ത ഞങ്ങൾക്ക് അതിൻ്റെ എല്ലാ വശങ്ങളും അറിയാം. നിങ്ങൾ കേട്ടില്ലേ, ഒരുപാട് സമരമൊക്കെ ചെയ്ത് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്തിയാലേ സാധാരണക്കാർക്ക് ഗുണമുണ്ടാവൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യ. നമ്മുടെ കേരളത്തിൽ ഏതൊരു സാധാരണക്കാരനും ഒരു അനുഭവം ഉണ്ടാവും. ഗവൺമെന്റ് ഓഫീസുകളിൽ പോയിട്ടുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ ഉൾപ്പെടെ നമുക്കൊക്കെ നേരിട്ട് അനുഭവം ഉള്ളതാ. ഒരു ഈവനിങ് 3 മണിക്കൊക്കെ പോയാൽ അവര് യൂണിയൻ മീറ്റിങ്ങിന് പോയതായിരിക്കും, അല്ലെങ്കിൽ ഇമാതിരി സംഘടനാ പ്രവർത്തനത്തിന് പോയതായിരിക്കും. ഇങ്ങനെ പോവാ, പൊതുജനത്തിന്റെ പണം ഉൾപ്പെടെ സാലറി ആയിട്ട് വാങ്ങുന്ന സമയത്തെ, അതായത് ജോലി ചെയ്യേണ്ട സമയത്താണ് ഇവന്മാര് യൂണിയൻ മീറ്റിങ്ങിന് പോകും. മിക്കവാറും കമ്മി സംവിധാനങ്ങൾക്ക് തന്നെയുള്ളൊരു മണ്ടക്കടിയാണ് മേയർ കൊടുത്തിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും പലരുമായിട്ട് സംസാരിച്ചതിൽ മനസ്സിലാക്കാൻ സാധിച്ചതാണ്, പലരും ഈ ഒരു മീറ്റിങ്ങിന് പോലും പോകുന്നത് കമ്മികളെ പേടിച്ചിട്ടാണ്. ഈ മീറ്റിംഗ് വിളിക്കുന്ന സമയത്ത് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗസ്ഥരുണ്ട്, അതൊരു യാഥാർത്ഥ്യ. പക്ഷെ ഈ കമ്മികളെ പേടിച്ചിട്ടാണ് ഇവർ ഈ മീറ്റിങ്ങിന് പോലും, യൂണിയൻ മീറ്റിങ്ങിന് പോലും പങ്കെടുക്കാറുള്ളത്. ഇതുപോലെയുള്ള വി രാജേഷിനെ പോലെയുള്ള ഭരണാധികാരികൾ കോർപ്പറേഷനൊക്കെ ഭരിക്കാൻ രംഗത്തിറങ്ങുമ്പോൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും ഒരു ഫലമായിരിക്കും. ഒരു യൂണിയൻ മീറ്റിങ്ങിന് ഏതെങ്കിലും ഒരു നേതാവ് വന്ന് വിളിക്കുമ്പോൾ എൻ്റെ ജോലി കഴിയട്ടെ, അത് കഴിഞ്ഞിട്ടുള്ള സംഘടനാ പ്രവർത്തനത്തിന് ഞാനുള്ളൂ എന്ന് ആത്മാഭിമാനമുള്ള ഏതൊരു ഉദ്യോഗസ്ഥനും പറയാൻ പോലും സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെയൊക്കെ മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ ഏത് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരായിക്കൊള്ളട്ടെ, ഈ ഒരു പ്രഖ്യാപനത്തിന് കൈയടിക്കാതിരിക്കാൻ സാധിക്കോ? ഏതൊരു വിവേകമുള്ള മലയാളിയും ഏതെങ്കിലും ഒരു സമയത്ത് ചിന്തിച്ചിട്ടുണ്ടാവില്ലേ, ഈ സംഘടനാ പ്രവർത്തകരൊക്കെ ഉദ്യോഗസ്ഥര് ഈ ജോലി സമയം കഴിഞ്ഞിട്ട് പോരേ എന്ന് ഓരോ ബുദ്ധിമുട്ടായിട്ട് ഓഫീസുകളിലൊക്കെ പോയിട്ടുള്ള ആളുകൾ ഇത് ഹൃദയത്തിൽ നിന്ന് പാർട്ടി ഭേദമന്യേ വി രാജേഷിന് കൈയടിക്കുക തന്നെ ചെയ്യോ? ഇത് മാത്രമൊന്നല്ല, ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു മീറ്റിങ്ങില്, ആ ഒരു നിലപാട് പ്രഖ്യാപിക്കലില് വളരെ വ്യക്തമായിട്ട് വി രാജേഷ് ഓരോ കാര്യങ്ങള് എടുത്തു പറയുന്നുണ്ട്. കൈക്കൂലി വാങ്ങുന്ന സംവിധാനത്തെ അതിലേക്കങ്ങ് അടച്ചാക്ഷേപിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഏത് ഉദ്യോഗസ്ഥരും ഇത്തരം നടപടികളിലേക്ക് എത്തിയാൽ ശക്തമായ നടപടികൾ ഉണ്ടാവും എന്നുള്ളത് ഏത് സാധാരണക്കാർ കോർപ്പറേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് കേൾക്കണമെന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാ സകല ഉദ്യോഗസ്ഥരെയും വിളിച്ചുകൊണ്ട് വി രാജേഷ് മുന്നോട്ട് പോകുന്നത്. ഈ ജോലി ചെയ്യണമെന്ന് ഉദ്യോഗസ്ഥരോട് പറയുമ്പോൾ വി രാജേഷും BJP-യുടെ കൗൺസിലർമാരും എങ്ങനെ ജോലി ചെയ്യുമെന്നും ആരെയാണ് മാതൃകയാക്കുന്നത് എന്നും ഇതേ മീറ്റിംഗിൽ തന്നെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഭരണ രംഗത്ത് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന മാതൃക ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആരാധ്യനായ നരേന്ദ്രമോദിയുടെ മാതൃകയാണ് എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പ്രസംഗം ആരംഭിക്കുവാൻ തയ്യാറായിരിക്കുന്നത്. അവിടെ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, അദ്ദേഹം ഒരു ദിവസം 18 മണിക്കൂർ ഏറ്റവും ചുരുങ്ങിയത് നാടിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന MR ഗോവനായാലും ആശാനാഥും രാധാകൃഷ്ണനും ചെമ്പഴന്തി ഉദയനും ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയാലും ഭരണപക്ഷത്തുള്ള 50 കൗൺസിലർമാരായാലും
ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 17 മുതൽ 18 മണിക്കൂർ വരെ ജനങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ഈ സിസ്റ്റത്തിനകത്ത് വിജയകരമായി നിന്ന് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തിട്ടാണ് ഞങ്ങളൊക്കെ തയ്യാറായി ഇറങ്ങിയിട്ടുള്ളത്. ഒരു 5:30 മണിക്ക് ശേഷം ഏത് സമയവും 5:30 മണിക്ക് ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ആൾക്കാർ വീട്ടിലേക്ക് വരും. 5:30 മണി കഴിഞ്ഞാൽ ഞങ്ങളുടെ ആരുടെ വീട്ടിലേക്കും പൊതുസമൂഹത്തിലുള്ള ഏതൊരു വ്യക്തിക്കും വന്ന് മുട്ടി വിളിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല. രാത്രി 11 മണി വരെ ഞങ്ങളൊക്കെ തന്നെ ഫീൽഡിലോ അല്ലെങ്കിൽ സോണൽ ഓഫീസുകളിലോ അല്ലെങ്കിൽ കൗൺസിലർ ഓഫീസിലോ അല്ലെങ്കിൽ മേയറുടെ ഓഫീസിലോ അവൈലബിൾ ആയിരിക്കുമെന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ രംഗത്ത് ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. അത് പറയുമ്പോൾ 18 മണിക്കൂർ ജനങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കുവാൻ വേണ്ടി ജനപ്രതിനിധികളായിട്ടുള്ള ഞങ്ങൾ തയ്യാറാകുമ്പോൾ എനിക്ക് വിനയപുരസരം എന്റെ സഹപ്രവർത്തകരോട് ജീവനക്കാരോട് പറയുവാനുള്ളത്, നിങ്ങൾ നിയമപരമായി നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള രാവിലെ 10 മണി മുതൽ 5 മണി വരെ വിശ്രമവേള ഒഴികെയുള്ള സമയം ജോലി ചെയ്യാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ നിങ്ങളും തയ്യാറാകണമെന്നാണ് എനിക്ക് വിനയപുരസരം നിങ്ങളോട് കാര്യം പറയുവാനുള്ളത്. ഞങ്ങൾ 18 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ അതിലൊരു 1/3 സമയം കൃത്യമായിട്ട് ജോലി ചെയ്യാൻ നിങ്ങൾ തയ്യാറാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ? നരേന്ദ്രമോദിയെ മാതൃകയാക്കിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള ഭരണപക്ഷത്തെ കൗൺസിലർമാർ 11 മണിവരെ, രാത്രി 11 മണിവരെ ഞങ്ങൾ ജോലി ചെയ്ത് മുന്നോട്ട് പോകും. 11 മണിയെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 18 മണിക്കൂറിലധികം ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അത് മാതൃകയാക്കി ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങളും അതുപോലെ തന്നെ രാത്രി 11 മണി വരെ ജോലി ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരോട് പ്രഖ്യാപിക്കുക, നിലപാട് പ്രഖ്യാപിക്കുക. നിങ്ങള് നിയമപരമായിട്ട് രാവിലെ 10 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും ജോലി ചെയ്തിരിക്കണോ. നിങ്ങളുടെ വിശ്രമ വേളകളിൽ അല്ലാത്ത സകല സമയത്തും കൃത്യമായിട്ട് ജോലി ചെയ്യണോ. ഈ ഒരു നിലപാടൊക്കെ കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാ ഈ ഒരു നിലപാടൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് ഒരു തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ മാത്രമല്ല, കേരളത്തിലെ ഏതൊരു ഗവൺമെന്റ് ഓഫീസ് എടുത്തു കഴിഞ്ഞാലും അവിടെയും ഉണ്ടാവും ഇമാതിരി. അതായത് ജോലി സമയത്ത് സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞ് മീറ്റിങ്ങും തട്ടിക്കൂട്ട് ഏർപ്പാടുകളുമായിട്ട് മുന്നോട്ട് പോകുന്നവർ, അവര് വന്നിട്ട് ഈ ജോലി എന്ന് പറഞ്ഞിട്ട് ഒപ്പും ചെയ്യൂ, സാലറിയും വാങ്ങൂ. അതേ സമയത്ത് തന്നെ സാധാരണക്കാരെ സേവിക്കേണ്ട സമയത്ത് അവരുടേതായ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് മാറിപ്പോകുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഇത് കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടിയാണ് മേയർ ഈ പ്രഖ്യാപനം. തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തി അവർ എങ്ങനെയാണ് ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് കേരളത്തിലെ സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിയേണ്ടത്. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തിയാൽ ഇത് കേരളം ഒന്നടങ്കോ. മേയർ VV രാജേഷ് പ്രഖ്യാപിച്ച നിലപാട് കേരളം ഒന്നടങ്കം BJP നടപ്പിലാക്കുമെന്നുള്ളതൊക്കെ സകല മലയാളികളും തിരിച്ചറിയാ. പറയുന്നതെന്തോ അത് പ്രവർത്തിച്ച് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളത് ദിനം പ്രതി തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ VV രാജേഷ് പ്രവർത്തിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നു. നിരന്തരം നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. VV രാജേഷിന്റെ ഈ പ്രഖ്യാപനമൊക്കെ പാർട്ടി ഭേദമന്യേ കൈയടിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.